നമസ്കാരം. സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം സൃഷ്ടിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ കാലഘട്ടത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗം വഴിമാറി ഇന്ന് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ വരെ എത്തി നിൽക്കുകയാണ് മനുഷ്യർ. ഇതെങ്ങനെ നിയന്ത്രിക്കാനായി സാധിക്കും? സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ? ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് സാധിക്കുക. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയവരാണ് മനുഷ്യർ. തീർച്ചയായും സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്, അല്ലേ? അത് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഇന്നത് നമ്മളെ റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മളല്ല നിയന്ത്രിക്കുന്നത്, സ്മാർട്ട് ഫോൺ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത്. ഇതാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് എനിക്ക് എന്നെങ്ങനെ പറയാനായിട്ട് സാധിക്കും? പലർക്കും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലൊക്കെ പെരുമാറാറുണ്ട്. എനിക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അപ്പോൾ അതിൽ ചില ലക്ഷണങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓഫ്ലൈനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫോണിൻ്റെ ആക്സസ് ഇല്ലാതെയാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇറിറ്റബിൾ നേച്ചറുണ്ട്. അതായത് നമുക്ക് തീരെ ഒന്നിനും പറ്റില്ല, നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലേക്കൊക്കെ മാറി നിൽക്കും. സ്മാർട്ട് ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം എന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. രണ്ടാമത്തേത് അൺകോൺഷ്യസ് ആയിട്ട്, അതായത് നമ്മൾ പോലും ബോധപൂർവം ഇത്രയും സമയം സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ എന്താ, നമ്മൾ പോലും അറിയാതെ മണിക്കൂറുകളോളം നമ്മൾ എന്തോരം പ്രൊഡക്റ്റീവ് ആകേണ്ടതാണ്, എന്തോരം മറ്റുള്ള മനുഷ്യരുമായിട്ട് സംസാരിക്കേണ്ടതാണ്, എന്തോരം സോഷ്യൽ ഫങ്ഷൻസിലൊക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നല്ല ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കേണ്ടതുമാണ്, എന്ത് നന്നായി പഠിക്കേണ്ട സമയമാണ്. ഇതൊക്കെ നമ്മൾ പാഴാക്കും. മണിക്കൂറുകളോളം നമ്മൾ എന്ത് ചെയ്യും? സ്മാർട്ട് ഫോണ് നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കും. അപ്പോൾ അത് രണ്ടാമത്തെ ലക്ഷണമാണ്. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ ഈ സ്മാർട്ട് ഫോണിനെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നും. ഇനി അഥവാ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സോണാണെങ്കിൽ പോലും നമ്മളത് എങ്ങനെയെങ്കിലും റീസൺ ഉണ്ടാക്കി ഒന്ന് ആ സ്മാർട്ട് ഫോണിനെ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ നാലാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്മാർട്ട് ഫോൺ നമ്മളിങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ ഉപയോഗിച്ചിട്ട് അപകടങ്ങളിലേക്കൊക്കെ എത്തും. അപ്പോൾ ഈ 4 ലക്ഷണങ്ങളുള്ളവരാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനിലേക്ക് വരുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു അഡൾട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാത്രം വരുന്ന ഒരു യൂസേജ് ഉള്ള സാധനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ പോലും സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം പല വിധത്തിലാണ്, പല ഏജ് ഗ്രൂപ്പിലുള്ളവരിലൊക്കെയാണ് വന്നിട്ടുള്ളത്, അല്ലേ? കുട്ടികളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് പാരൻസ് ഇന്ന് കളിപ്പാട്ടം എന്നോണമാണ് ഫോൺ എടുത്ത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 3 വയസ്സുള്ള കുട്ടിയൊക്കെ ഫോൺ ഇങ്ങനെ ഈസി ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നു, ഗെയിം കളിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടി പാരൻസ് പറയും, ഓ 2.5 വയസ്സേ ഉള്ളൂ എൻ്റെ മോക്ക് അല്ലെങ്കിൽ എൻ്റെ മോന്, കണ്ടില്ലേ എന്തെല്ലാം കാര്യങ്ങൾ, അവളിങ്ങനെ 1 വയസ്സായപ്പോൾ തൊട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറയും. അവർക്കത് അഭിമാനമാണ്. പക്ഷെ പിന്നീട് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് അതിൽ നിന്നുണ്ടാകുന്നത് എന്നൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ പാരൻസ് ചെയ്യുന്നൊരു ദ്രോഹമാണെന്ന് പറയേണ്ടി വരും. കുട്ടികൾക്ക് കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ്. ആ ഒരു പ്രായത്തിലാണ് അവർ ഈ സ്ക്രീനിൻ്റെ ഒരു മുന്നിലേക്ക് അവരെ ചുരുക്കി അങ്ങനെ അങ്ങ് ഇരുത്തുന്നത്. അവരുടെ ലോകം വല്ലാതെ അങ്ങ് ചെറുതായി പോവുകയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു സ്ക്രീനേജിലാണ് എന്ന് പറയേണ്ടി വരും. അതായത് എന്താണ്, നമ്മളിങ്ങനെ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളൊക്കെ ഏതോ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് സ്മാർട്ട് ഫോണിലേക്ക് ഇത്രമാത്രം അങ്ങ് അഡിക്റ്റഡ് ആവുകയും അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഓടി വരുമ്പോൾ നമ്മുടെ ഒന്നും കാലത്ത് ഈ പറയുന്ന പോലെ സ്മാർട്ട് ഫോണൊക്കെ എടുത്ത് തന്നിട്ട് അവിടെ എങ്ങാനും പോയിരിക്കും എന്ന് പറയുന്ന പാരൻസിനെ ആയിരുന്നില്ല കിട്ടിയിരുന്നത്. നേരെ മറിച്ച് എന്തൊക്കെ വിശേഷം ഉണ്ടായിരുന്നു, ആ വഴിയിൽ എന്തൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനായിട്ടുള്ള ഒരു ഇടം ഉണ്ടായിരുന്നു അവിടെ. അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മേ എന്ന് പറഞ്ഞ് വന്ന് സാരിത്തുമ്പിലിട്ട് 2 പിടി പിടിക്കുമ്പോഴേ അമ്മ കയ്യിൽ ഫോൺ എടുത്ത് വെച്ച് കൊടുക്കും. അവിടെ പോയിരുന്ന് കളിച്ചോ, അമ്മ ഈ ആൻറ്റിയോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയും, അല്ലേ? അപ്പോൾ ആ കുട്ടി ആ ഫോണിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്.
അവർ പറയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോവില്ലെന്നേ, ഒന്നും കാണത്തൊന്നുമില്ല വേറൊന്നും. അതിൽ പാരൻസിൻ്റെ കൺട്രോളുണ്ട്. ആ ഒരു മോഡൊക്കെ എല്ലാ ഫോണിലും ഇന്ന് ഓണാക്കിയിടാം. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? സ്മാർട്ട് ഫോൺ അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒട്ടുമില്ല അല്ലേ? നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുട്ടികളിൽ ഇപ്രകാരം നമ്മൾ ഫോണൊക്കെ കൊടുക്കുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാമെന്നറിയോ? ചെറിയ കുട്ടികളിൽ, ഞാൻ ഈ പറയുന്നത് 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സിൽ താഴെയൊക്കെ വരുന്ന കുട്ടികളിൽ സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷൻ കൂടുമ്പോൾ അവരിങ്ങനെ ഗെയിം കളിക്കാൻ വേണം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് അവരിങ്ങനെ പ്രസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ടെക്സ്റ്റ് ഒന്നും ചെയ്യേണ്ട അല്ലേ? എന്താ അവർക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ ഒക്കെ വരും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അവർക്കറിയാം, ഗെയിം കളിക്കാനും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? കുട്ടികൾ ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുക. അവർക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാവശ്യകത അവിടെ വരുന്നില്ല. അപ്പോൾ കുട്ടികളിൽ സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം സ്പീച്ച് ഡിലേ ഉണ്ടാകാറുണ്ട്. അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഈ ഫോണിലൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ ഇവരിങ്ങനെ സ്പീഡിലാണ് വിടുന്നത് അല്ലേ? ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ 15 സെക്കൻഡിനപ്പുറത്തേക്ക് ഒരു അറ്റൻഷൻ സ്പാൻ ആർക്കും ഇല്ലാതെ തന്നെ പോകും. യൂട്യൂബ് ആണെങ്കിൽ അത് ഏതാണ്ട് ഒരു 30 സെക്കൻഡൊക്കെയാണ് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നതിനും അവരുടെ കമ്മ്യൂണിക്കേഷൻ, പിന്നീട് ഇവൻ ആരോട് സംസാരിക്കാത്തൊരു കുട്ടിയാട്ടോ, ഇവൾ ആരോട് സംസാരിക്കാത്തൊരു കുട്ടിയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായി വരേണ്ട ഒരു സമയത്താണ് നമ്മൾ ഈ ഫോണൊക്കെ കൊടുത്തിട്ട് സ്പീച്ച് ഡിലേയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കുട്ടികളിൽ നമ്മളായിട്ടാണ് കൊടുക്കുന്നത്. അവർക്കങ്ങനെ ഒരു ശീലമില്ല. അവർക്ക് ആ ഒരു ശീലം നമ്മൾ മാറ്റിയെടുക്കണം. അവരുടെ ആ ഒരു അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിലേക്ക് ഉള്ളൊരു രീതിയിലേക്കൊക്കെ വഴിവെക്കുന്നുണ്ടെങ്കിൽ അത് പാരൻസാണ് നിയന്ത്രിക്കേണ്ടത്. പാരൻസ് അവരുടെ മുന്നിൽ നിന്ന് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, കൂടുതൽ കുട്ടികളുമായിട്ട് ഇടപഴകുക, നല്ലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക, തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഓഫ്ലൈൻ ഹോബീസ് പോലുള്ളവ അവരെ തീർച്ചയായിട്ടും പരിപോഷിപ്പിച്ചെടുക്കുക. ഇതൊക്കെ മുളയിലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലാതെ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ? അത് പറയുമ്പോഴാണ് ഒരു കേസ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് എത്തിയതാണ്. അവിടെ ഒരു അമ്മ വളരെയധികം വിഷമത്തോടു കൂടി വന്നു. എൻ്റെ മകൾക്ക് 13 വയസ്സുണ്ട്, എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ, എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് വന്ന് ചോദിച്ചത്. എന്താ ചെയ്യേണ്ടത്? അവൾ ആരോടും സംസാരിക്കുന്നില്ല, അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്, പഠിക്കുന്നില്ല, ആകെ കൂടെ എനിക്ക് വല്ലാതെ ഒരു വിഷമം തോന്നുന്നുണ്ട് എൻ്റെ മോളുടെ കാര്യം. അപ്പോൾ ചോദിച്ചപ്പോൾ കുഞ്ഞൊരു 3 വയസ്സ് മുതലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഫോണൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരാൾ തന്നെയാണ്. അപ്പോൾ ആൾക്ക് ഫോണിൻ്റെ യൂസേജ് വളരെ കൂടുതലാണ്. ഏതാണ്ട് 8-9 മണിക്കൂറൊക്കെയാണ് ഫോണൊക്കെ വെറുതെ അങ്ങ് കണ്ടിരിക്കുക. ആരോട് സംസാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അക്കാദമിക്സിലൊക്കെ വളരെ പുവറായിട്ടാണ് പോകുന്നത്. കോൺസെൻട്രേഷൻ ഇല്ല, പണ്ട് മുതലേ ഇല്ല. അപ്പോൾ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മാർഗോപദേശങ്ങൾ നൽകുകയും ഒക്കെയാണ് അവിടെ ചെയ്തിരുന്നത്. അമ്മ ഹാപ്പി. മകൾക്ക് ആദ്യം കുറച്ചൊരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ശീലിച്ച കാര്യമാണ്, അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ആ കുട്ടി വളരെ വേഗത്തിൽ തന്നെ അത് അഡാപ്റ്റ് ചെയ്തു. ഫോൺ ഫ്രീ സോണൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറേയധികം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളാണ് ഇങ്ങനെയൊരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്ത ടീനേജേഴ്സിലാണെങ്കിൽ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം അവരുടെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഫോമോ എന്ന് പറയുന്നൊരു കണ്ടീഷൻ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് പറയുക. അതൊരു ആങ്സൈറ്റിയാണ്. എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമുണ്ട്, അത് ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അത് ഞാൻ നഷ്ടപ്പെടുത്തുകയാണ്, എനിക്ക് മാത്രം അത് കാണാതെ പോകും എന്നൊക്കെയുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഫോമോ എന്ന് പറയുന്നത്. അതുപോലെ അവർക്കൊരു ഇറിറ്റബിലിറ്റി നല്ല കൂടുതലായിരിക്കും, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് അവരിയ്ക്കുക. എപ്പോഴും എനിക്ക് കിട്ടിയ ലൈക്ക് എത്രയാ, അല്ലെങ്കിൽ കമൻറ്റ് എത്രയാ, അവരുടെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു തുടങ്ങിയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ലോ സെൽഫ് എസ്റ്റീമിലേക്ക് അവരിങ്ങനെ വീണ് പോവുകയാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓവറോൾ തന്നെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുക. അപ്പോൾ ഒരു ടീനേജറിനെ സംബന്ധിച്ച് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് എത്തപ്പെടാം.